RSSന്റെ 100ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ ഓർമ്മയ്ക്കായി സർക്കാർ പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി. നമുക്കറിയാം എന്താണോ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ, അതിന് നേർ വിപരീതമാണ് RSS എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ പിതാവിനെ തന്നെ ഇല്ലാതാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും RSS എന്ന് തന്നെയാണ്. ചരിത്രം ഇനി എത്ര വളച്ചൊടിക്കാൻ BJP ശ്രമിച്ചാലും നമ്മുടെ രാജ്യം എപ്പോഴും മഹാത്മാഗാന്ധിയുടേതായിരിക്കുമെന്നിരിക്കെ ആ യാഥാർത്ഥ്യത്തെ മാറ്റാനാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് രാജ്യത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ചില കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം RSS എന്നും ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെട്ടവരായിരുന്നു എന്നുള്ളത്. അതിൽ RSSന്റെ ചെരുപ്പ് നക്കി എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഈ മതത്തിൻ്റെ പേരിൽ അധികാരത്തിലെത്തിയപ്പോൾ ചരിത്രം തന്നെ മാറ്റാനും ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കാനും നോക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞ ചില സത്യങ്ങൾ ഈ രാജ്യം ചർച്ച ചെയ്യുകയാണ്. അതായത് RSS ഇപ്പോൾ പുറത്തിറക്കിയ നാണയത്തിന് പകരമായി RSS സ്ഥാപകനായ VD സവർക്കർ ബ്രിട്ടീഷുകാരിൽ നിന്നും അന്ന് പെൻഷനായി കൈപ്പറ്റിയിരുന്ന 60 രൂപയുടെ നാണയമാണ് പുറത്തിറക്കേണ്ടിയിരുന്നത് എന്നാണ് കോൺഗ്രസ് തുറന്നടിച്ചത്. RSSനായി അവർക്കൊരു നാണയം പുറത്തിറക്കണമെങ്കിൽ അത് സവർക്കർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ഔദാര്യം, അതായത് 60 രൂപയുടെ നാണയം അതാകണമായിരുന്നു അവർ ഇറക്കേണ്ടത്. അവർക്കൊരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കണം എന്നുണ്ടായിരുന്നുവെങ്കിൽ ബ്രിട്ടീഷ് പോസ്റ്റിന് വേണ്ടി അത് ചെയ്യാമായിരുന്നു, ഇന്ത്യക്ക് വേണ്ടിയല്ല. കാരണം അതുവഴിയാണ് അവർ മാപ്പപേക്ഷകൾ അയച്ചിരുന്നത്. എത്ര സ്റ്റാമ്പുകൾ അച്ചടിച്ചാലും എത്ര നാണയങ്ങൾ പുറത്തിറക്കിയാലും RSSനെ പാഠ്യപദ്ധതിയിൽ തിരുകി കയറ്റിയാലും ഈ രാജ്യം മഹാത്മാഗാന്ധിയുടേതാണ്. ആ ഗാന്ധിയുടേതായി തന്നെ ഇത് തുടരുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് ഈ നിമിഷത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന നിമിഷം RSS BJPയുടെ പ്രത്യയശാസ്ത്രത്തെ പാലിൽ വീണ ഈച്ചയെപ്പോലെ എടുത്തു കളയുമെന്നുറപ്പാണ്. നാണയം ഇറക്കിയതുകൊണ്ടോ പ്രശംസിച്ചതുകൊണ്ടോ RSS മഹത്തായ ഒരു സംഘടനയാവില്ല ഈ രാജ്യത്ത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യമായ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ നിരന്തരം നോക്കുന്നവർ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഘാതകരിൽ പെട്ടവർ, അവരാണ് ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതാൻ നോക്കുന്നുവെങ്കിൽ അത് ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനും അതിനു വേണ്ടി സഹകരിക്കില്ല എന്നുറപ്പാണ്. RSS എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണത്. അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് മുൻപ് RSS അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് നരേന്ദ്രമോദി ഉള്ളത്. കാരണം RSSന്റെ പണി ഏറ്റുവാങ്ങിയ ഒരാളാണ് നരേന്ദ്രമോദി. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നതാണ് ഈ രാജ്യത്ത് കാണാനിരിക്കുന്നത്. RSS ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ഭരണഘടനയോടുള്ള ഒരു അവഹേളനമായി ഈ സ്റ്റാമ്പും നാണയവും എന്ന് പറയേണ്ടി വരും. നാണയത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ചിത്രം പകർത്തുന്നത് മതേതര രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു അവഹേളനമാണ്. അതുവഴി പ്രധാനമന്ത്രി ഭരണഘടനാ പദവിയുടെ അന്തസ്സ് താഴ്ത്തിക്കെട്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നത്തെ ഇന്ത്യയെ ഭരിക്കാൻ പോലും അർഹതയില്ലാത്തൊരു പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, സംഘപരിവാർ. പക്ഷേ അവർക്ക് വേണ്ടിയാണ് നാണയവും സ്റ്റാമ്പും ഈ രാജ്യം പുറത്തിറക്കിയത് എന്നോർക്കുമ്പോൾ അത് ലജ്ജ തോന്നുന്നു എന്ന് പറയേണ്ടി വരും.